ബംഗ്ലാദേശിയും അസമിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഉറച്ച നിലപാട് വ്യക്തമാക്കി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അവരെ അനുകൂലിച്ചാൽ അവർ വന്ന് അപ്പർ ആസാമും ആക്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബംഗ്ലാദേശികൾക്കെതിരെ കർശന നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. രാജ്യത്തിന് തന്നെ ഭീഷണിയായി ബംഗ്ലാദേശ് മാറിയിരിക്കുകയാണ്. ഒരൊറ്റ ബംഗ്ലാദേശിയും മിയ ജനതയെയും അസമിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. അവർ ഇന്ത്യയിലല്ല ബംഗ്ലാദേശിൽ പോയി വോട്ട് ചെയ്യണമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. ദുലിയാജനിൽ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഹിമന്ത. അസമിൽ വോട്ടർ പട്ടികയുടെ SIR ചെയ്യുമ്പോൾ മിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് തന്നെ എത്ര വേണമെങ്കിലും വിമർശിക്കാം, പക്ഷെ മിയ മുസ്ലിങ്ങളെ ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അവരെ അനുകൂലിച്ചാൽ അവർ വന്ന് അപ്പർ ആസാമും ആക്രമിക്കും. വോട്ടർ പട്ടികയിലെ SRനായി ഒരു അസമീസ് ജനതയും കഷ്ടപ്പെടുന്നില്ല. ചില മിയ ജനത കഷ്ടപ്പെടുന്നു. നമ്മൾ അതിര് കടന്ന് ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഇപ്പോൾ മിയ മുസ്ലിം പാർട്ടിയായി മാറിയിരിക്കുന്നു. മിയ ജനത കഷ്ടപ്പെടുന്നുണ്ടെന്ന് നാം ഉറപ്പാക്കണം. അപ്പോൾ മാത്രമേ അസമീസ് ജനത ഇപ്പോൾ ഉയർന്നിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലാവൂ. ഈ സ്ഥലം തങ്ങളുടേതല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എല്ലാവരും അവരെ ബുദ്ധിമുട്ടിക്കണം. അവർ കഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ അവർ അസം വിട്ടു പോകൂ. ഹിമന്ത ബിശ്വ ശർമ്മയും BJPയും എപ്പോഴും മിയക്കെതിരാണ്, ബംഗ്ലാദേശികൾക്കെതിരാണ്. അതിനാൽ മറയ്ക്കാനോ മടിക്കാനോ ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തിന്റെ പല ഭാഗത്തും ബംഗ്ലാദേശികൾ വിലസുകയാണ്. കഴിഞ്ഞ ആഴ്ച ദില്ലിയിൽ SIR മുന്നോടിയായി ദില്ലി പോലീസ് വലിയ നടപടി സ്വീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ അനധികൃതമായി താമസിച്ചിരുന്ന 20 ബംഗ്ലാദേശി പൗരന്മാരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. അവരിൽ നിന്ന് ചിലർ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂണിൽ ദില്ലിയിലെ നോർത്ത് വെസ്റ്റ് ജില്ലാ പോലീസ് നഗരത്തിൽ അനധികൃതമായി താമസിച്ചിരുന്ന 18 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭാരത് നഗർ പോലീസ് സ്റ്റേഷൻ പ്രദേശത്ത് ഫോറിനർ സെൽ യൂണിറ്റ് നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് അറസ്റ്റ്. ഹരിയാനയിൽ നിന്ന് കുടിയേറിയ 3 കുടുംബങ്ങൾ ഇപ്പോൾ വാസിർപൂർ JJ കോളനിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും കണ്ടെത്താതിരിക്കാൻ ഇടയ്ക്കിടെ സ്ഥലങ്ങൾ മാറുന്നുണ്ടെന്നും സൂചിപ്പിക്കുന്ന പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ഓപ്പറേഷനിൽ 36-ലധികം ഫുട്പാത്തുകളും 45 ഇടവഴികളും സമഗ്ര പരിശോധിച്ചതായി വടക്കുകിഴക്കൻ ദില്ലി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഒരു സംശയിക്കപ്പെടുന്നയാളെ ആദ്യം പിടികൂടി. തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷം അയാൾ ബംഗ്ലാദേശ് പൗരനാണെന്ന് സമ്മതിച്ചു. ഇയാളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് 17 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. 6 മുതിർന്നവരും 12 കുട്ടികളും ഉൾപ്പെടെ ആകെ 18 ബംഗ്ലാദേശി പൗരന്മാർ സാധുവായ രേഖകളോ വിസകളോ പെർമിറ്റുകളോ ഇല്ലാതെ നിയമവിരുദ്ധമായി താമസിച്ചതായി കണ്ടെത്തി. കൂടാതെ ബംഗളൂരുവിൽ മാത്രം 2 ലക്ഷത്തിലധികം അനധികൃത ബംഗ്ലാദേശി പൗരന്മാർ ഉണ്ടാകുമെന്ന് സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശികൾക്കെതിരെ ദില്ലിയിലും ഉത്തർപ്രദേശിലും അസമിലും കർശന നടപടിയെടുക്കുന്നത് കൊണ്ട് തന്നെ പലരും ഇപ്പോൾ കർണാടകയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ബംഗ്ലാദേശികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്. അടുത്തിടെ നടന്ന പബ്ലിക് TV റിയാലിറ്റി പരിശോധനയിൽ അനധികൃത കുടിയേറ്റക്കാർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവേശിക്കുകയും സ്ഥിര താമസമാക്കുകയും ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.